നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റാൻ കൂട്ടുനിന്നവരിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുമുണ്ടെന്നുള്ള നിർണായകമായ വിവരം പുറത്തുവരികയാണ്. ഇതോടെ ഈ കേസിലെ ഒന്നാം പ്രതിയും അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും നടത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വീണ്ടും വഴിത്തിരിവിലേക്ക്. 2019-2025 കാലയളവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത, 2019 പ്രസിഡന്റായിരുന്ന A പത്മകുമാർ എന്നിവർ ഉൾപ്പെടെ വമ്പന്മാരുടെ പങ്കാളിത്തം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. ഹൈക്കോടതിയുടെയും ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളെ തുടർന്നാണ് അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും നീളുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ട് എന്നത് വ്യക്തമായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2019 സ്വർണ്ണക്കൊള്ള നടന്നു, 2025 അത് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചത്. സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന നിഗമനത്തിലാണ് നിലവിലിപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. പോറ്റി കടത്തിക്കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ദേവസ്വം ബോർഡ് ഉന്നതർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ ശക്തമായ തെളിവുകളാണ് ആവശ്യമായി വരുന്നത്. ഇതിനായി അന്വേഷണ സംഘം ദേവസ്വം ബോർഡിലെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം തന്നെ പരിശോധിക്കുമെന്നാണ് വിവരങ്ങൾ. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് എത്തിയത്. ബൊരാരി ബാബുമടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനം എടുത്തുവെന്നും പോറ്റിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണോ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപേ തന്നെ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു. തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് ഇതിനെല്ലാം ഇയാൾ മറയാക്കിയത്. ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ വന്ന ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിക്കുകയും ചെയ്തു. ഈ ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പൂജകൾ നടത്തിയതായും ഇതിന്റെ മറവിലെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സൗഹൃദവും ബന്ധവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചേരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോഴേക്കും ഇയാൾക്ക് ഒറ്റയ്ക്കിടപാടുകൾ നടത്താൻ കെൽപ്പുള്ള രീതിയിൽ വലിയ സമ്പത്തും ബന്ധങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായി ഇയാൾ മാറുകയായിരുന്നു. ഒരുപക്ഷെ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ വമ്പൻ സ്വർണ്ണക്കൊള്ളയുടെ യാതൊരു തുമ്പ് പോലും പുറത്തേക്ക് വരില്ലായിരുന്നു. ദ്വാരപാല കവചങ്ങൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിനായി കൊണ്ടുപോയതിലെ ചെറിയ നടപടി പിശകായി മാത്രമായിരിക്കും ഈ കേസ് ഒതുങ്ങുക. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡിലെ തന്നെ വമ്പന്മാർ വരെ കുടുങ്ങുന്ന അവസ്ഥയിലേക്കാണ് അന്വേഷണ സംഘം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തേടേ ന്യൂസ്.